ശ്രീനഗർ താഴ്വരയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട്. പഹൽഗാമിൽ ആക്രമണം നടക്കുമെന്നതിന് സംബന്ധിച്ച് സൂചനകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ആക്രമണവുമായി ബന്ധപ്പെട്ട പഹൽഗാമിൽ വ്യാപാരി കസ്റ്റഡിയിൽ. ആക്രമണത്തിന് 15 ദിവസം മുമ്പ് കട തുടങ്ങിയ വ്യാപാരിയാണ് ദേശീയ സുരക്ഷാ ഏജൻസി കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, പഹൽഗാമിൽ ശ്രീനഗറിൽ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീനഗറിൽ കഴിഞ്ഞ മാസം 19-ന് ഒരു ആക്രമണം നടക്കുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്ന് ശ്രീനഗറിൽ വലിയ രീതിയിലുള്ള സൈന്യം അല്ലെങ്കിൽ സുരക്ഷാ സേന ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പഹൽഗ്രാം പോലത്തെ ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു ഏജൻസികളോ രക്ഷാപ്രവർത്തകരോ പെട്ടെന്ന് എത്തിച്ചേരാത്ത സ്ഥലത്ത് ഒരു ആക്രമണം നടക്കുമെന്നൊരു വിവരം ലഭിച്ചിരുന്നില്ല. ഈ ശ്രീനഗറിൽ കഴിഞ്ഞ മാസം 19-ന് ആക്രമണം നടക്കുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അത് സുരക്ഷ നിർത്തിവെച്ചത് അല്ലെങ്കിൽ സുരക്ഷ ഭാഗികമായി പിൻവലിച്ചത് ഈ പഹൽഗ്രാം ആക്രമണം നടക്കുന്ന അന്നായിരുന്നു എന്നൊരു വാർത്തയാണ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ സൂചന പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനഗറിൽ വലിയ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചെങ്കിലും പഹൽഗ്രാമിൽ അതുപോലത്തെ ഒരു മുന്നറിയിപ്പോ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാക് അധീന കാശ്മീരിലെ ഭീകരെല്ലാം ഒളിത്താവളങ്ങളിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒളിത്താവളത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ സുരക്ഷാ ഏജൻസികളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ പഹൽഗ്രാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യാപാരിയെയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി പിടികൂടി കസ്റ്റഡിയിലെടുത്തത്. ഇത് പ്രധാനമായും ആക്രമണം നടക്കുന്നതിന് 15 ദിവസം മുൻപ് കട തുടങ്ങിയ വ്യാപാരിയെയാണ് ഇപ്പോൾ നിലവിൽ NIA ചോദ്യം ചെയ്തു വരികയാണ്. ഇത് ആക്രമണത്തിന്റെ അന്ന് ആ ദിവസം ഈ വ്യാപാരി കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദേശീയ സുരക്ഷാ ഏജൻസി ഈ വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരുന്നത്. നിലവിൽ ഇപ്പോൾ 20ഓളം പ്രാദേശിക ആളുകളെയാണ് ഇതുപോലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് NIAയുടെ കസ്റ്റഡിയിലുള്ളതും ചോദ്യം ചെയ്ത് വരുന്നതും. അതേസമയം തന്നെ ഒരു തിരിച്ചടിക്ക് തയ്യാറാവുകയാണ് കര വ്യോമ നാവികസേന എന്ന മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാകുന്ന പാക് സൈന്യത്തിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു മുൻധാരണ അല്ലെങ്കിൽ ധാരണ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഒരു അതിർത്തിയിലെ ആളുകളെ ഒരു സൈന്യം അല്ലെങ്കിൽ പാക് സൈന്യം ഒരു പരിശീലിപ്പിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് ഇപ്പോൾ ഇന്ത്യ കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അറബിക്കടലിനോട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നാവികസേനയുടെ അഭ്യാസം നടക്കുന്നതിനാൽ അല്ലെങ്കിൽ പരിശീലനം നടക്കുന്നതിനാൽ കപ്പലുകൾക്ക് ഒരു ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമുദ്ര സൈന്യം അല്ലെങ്കിൽ നാവികസേനയുടെ പരിശീലനം കണക്കിലെടുത്ത് സമുദ്രപാതയിലെ സ്ഥിതിഗതികൾ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് വിവരങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു. അങ്ങനെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശത്തോടെ കര നാവിക വ്യോമസേന ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കാശ്മീരിലെ തെക്കൻ താഴ്വരയിൽ ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് ഊർജിതമാക്കുകയാണ്. പ്രധാനമായും ഈ പ്രാദേശിക ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാരണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2500ഓളം പേരുടെ മൊഴി ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി രേഖപ്പെടുത്തിയതും 20ഓളം പ്രാദേശിക ആളുകളെ ഇപ്പോൾ NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയുമാണ്. എന്തായാലും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സഹായം ഭക്ഷണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സഹായം ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി നൽകുന്ന വിവരം. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ഏജൻസി അല്ലെങ്കിൽ കഴിഞ്ഞ മാസം 19-ന് ശ്രീനഗറിൽ ഒരു ഭീകരാക്രമണം നടക്കുമെന്ന മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ ഏജൻസി നൽകിയിരുന്നു. എന്നാൽ പഹൽഗ്രാമിൽ ഇതുപോലത്തെ ഒരു വിവരം അല്ലെങ്കിൽ പഹൽഗ്രാം ആക്രമണം നടത്തുമെന്ന വിവരം സുരക്ഷാ ഏജൻസിക്ക് ലഭിച്ചില്ല എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപ്തി.